ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുന്നത് എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്നു. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. റേഷ്യോ കണ്ടുപിടിക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഡിസൊല്യൂഷൻ മീൻസ് എന്താണ്? ഈ പറഞ്ഞ പാർട്ണർഷിപ്പ് അവസാനിക്കുന്നു. പാർട്ണർഷിപ്പ് എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. ഓക്കെ, ആ സമയത്താണ് എന്ത് വരുന്നത്? ഈ പറയുന്ന റിയലൈസേഷൻ അക്കൗണ്ടോട് ബന്ധപ്പെട്ട ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നെ എന്താണ് അവസാനം നമ്മൾ എല്ലാം റിയലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പൈസയാണ് കിട്ടുന്നത്. ആ പൈസയുടെ ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടും കൂടെ വരയ്ക്കുമ്പോൾ എന്ത് തീരും? റിയലൈസേഷൻ അക്കൗണ്ട് തീരും. എക്സാമിന് ചോദിച്ചാൽ വളരെയധികം ഇടം വരെ നോക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസൊല്യൂഷൻ എന്ന് വരുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു തിയറി ഏരിയ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സമയത്താണ് ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്? വാട്ട് ഓൾ സിറ്റുവേഷൻസ് ആണ് ഈ പറഞ്ഞ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്? എന്താണ് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ചാപ്റ്ററിലൊക്കെ അഡ്മിഷന്റെ സമയത്തായാലും ഈ പറഞ്ഞ റിട്ടയർമെന്റ് സമയത്തായാലും ഡെത്തിന്റെ സമയത്ത് ഇൻസോൾവെന്റ് ആ സമയത്തൊക്കെ എന്താ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഡിസൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ എന്താണ് ചെയ്തത്? റീവാലുവേഷൻ അക്കൗണ്ട്. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത കാര്യം എന്താണ്? അവിടെ ഡിസോൾവ് പാർട്ണർഷിപ്പ് ഇല്ലാതാവുന്നില്ല, കംപ്ലീറ്റ്ലി 100% പാർട്ണർഷിപ്പ് ഇല്ലാതാവുന്നില്ല. എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് ഇല്ലാതായി. ഇനി വരുന്ന പാർട്ണർഷിപ്പ് എന്ത് ചെയ്യും? അടുത്തൊരു പാർട്ണർ വന്നിട്ട് മുമ്പോട്ട് നടത്തി പോകും. ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് മീൻസ് എന്താണ്? ദ ഓപ്പറേഷൻസ് ഓഫ് ദ പാർട്ണർഷിപ്പ് വിൽ കം ടു ആൻ എൻഡ്. ഒരു അവസാനത്തിലേക്ക് എത്തും. പാർട്ണർഷിപ്പിന് എല്ലാ രീതിയിലുള്ള ഓപ്പറേഷൻസ് എന്ത് ചെയ്യും? ഒരു അവസാനത്തിലേക്ക് എത്തും. ഒരു സ്ഥാപനത്തിന് ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് ഒരു ഫേമിന് പോവാം. എങ്ങനെയൊക്കെ പോവാം? അതാണ് ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, this one. Okay, dissolution of a firm takes place in any of the following ways. താഴെ പറഞ്ഞ ഏതെങ്കിലും രീതിയിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്? ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്. പോയിന്റ് നമ്പർ 1, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ട്നേഴ്സും തീരുമാനിക്കണം എന്താണ് നമ്മൾ എന്താണ് ഇപ്പൊ പാർട്ണർഷിപ്പ് എന്താണ് ചിലപ്പോൾ എന്താണ് ഒരു പർട്ടിക്കുലർ പർപ്പസ്, പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് വേണ്ടിയായിരുന്നു ചില പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഉത്സവമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി ഒരു പാർട്ണർഷിപ്പ് എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. ആ ഉത്സവ സീസൺ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ പാർട്ണർഷിപ്പ് എന്താവും? വൈൻഡ് അപ്പ് ആവും. പാർട്ണർഷിപ്പ് എന്ത് ചെയ്യും? ഡിസോൾവ് ആവും. അപ്പൊ അതെന്താണ്? എഗ്രിമെന്റ് പുറത്ത് തുടങ്ങി. ഒരു എഗ്രിമെന്റ് ആയാലും എന്ത് ചെയ്യും? അത് അവസാനിക്കും. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. എല്ലാ പാർട്ണേഴ്സും എഗ്രി എന്താണ്? നമുക്ക് ഈ പറയുന്ന ഉത്സവ സീസൺ കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത സീസണിൽ മതി. സോ വി ആർ ഡിസോൾവിംഗ് ദ പാർട്ണർഷിപ്പ്. Okay, it is according to the contract between the partners. Then compulsory dissolution. Compulsory dissolution എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഉത്സവ സീസണോട് ബന്ധപ്പെട്ട ഒരു പാർട്ണർഷിപ്പ് തുടങ്ങി. ആ പറയുന്ന പാർട്ണർഷിപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, ഈ പറയുന്ന തോക്കും കാര്യങ്ങളൊക്കെ ഒറിജിനൽ തോക്കും കാര്യങ്ങളൊക്കെ വിറ്റു. ഓക്കെ, അതങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിൽക്കാനൊന്നും പറ്റില്ല, ലൈസൻസ് ഒക്കെ വേണം. ഓക്കെ, അങ്ങനെ ചെയ്തുള്ളൂ, ഇല്ലീഗൽ ബിസിനസ് നടത്തി. അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഇന്ത്യ എന്ന രാജ്യത്തിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പേര് വൾഗറാക്കുന്ന രീതിയിൽ എന്തോ ഒരു ബിസിനസ് ചെയ്ത്, ഇങ്ങനെയുള്ള കേസിലൊക്കെ എന്താണ് ഡിസൊല്യൂഷൻ കമ്പൽസറി ആണ്. ഡിസൊല്യൂഷൻ എങ്ങനെ കമ്പൽസറി ആണ്? കാരണം ആ പറഞ്ഞ ഫേമിന് ബിസിനസ്സോട് മുന്നോട്ട് പോകത്തില്ല. അപ്പൊ കമ്പൽസറിലി എന്ത് ചെയ്യണം? ആ പറഞ്ഞ ഫേം എന്ത് ഡിസോൾവ്. കാരണം എന്താണ്, അവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ടൊക്കെ പോകല്ലേ, പിന്നെ പാർട്ണേഴ്സ് ഒന്നും ഇല്ല. ഈ പറയുന്ന ഏതെങ്കിലും ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആയി, പാപ്പരായി പോയി, പാപ്പരവിടെ കമ്പൽസറി ഡിസോൾവ് ചെയ്താലേ പറ്റുള്ളൂ. കാരണം ഒരാൾക്കായിട്ട് എന്ത് നടത്താൻ പറ്റത്തില്ല, പാർട്ണർഷിപ്പ് നടത്താൻ പറ്റത്തില്ല, മിനിമം 2 പേര് വേണം. Then on the happening of certain contingencies, ചില കണ്ടിജൻസീസ് വരുമ്പോൾ, ചില ഈ പറയുന്ന കണ്ടിജൻസീസ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ചില അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യേണ്ടി വരും. ഏതൊക്കെ കേസിലാണ് ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ വരുന്നത്? മൂന്നാമത്തെ പോയിന്റ്, ഇഫ് കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ എ ഫിക്സഡ് ടേം ബൈ ദ എക്സ്പയറി സെറ്റ്. ഞാൻ ഉത്സവ സീസണിന് വേണ്ടി തുടങ്ങിയ ഒരു പാർട്ണർഷിപ്പ് ആണ്. Then if constitute to carry out one or more ventures by the completion thereof. ചില പർപ്പസുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, പർപ്പസ് അച്ചീവ് ചെയ്തു, ഡിസോൾവ് ചെയ്തു. ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ണർ. ഡെത്ത് എന്താണ്? വിളിച്ചറിയിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമല്ല, ഒരു പാർട്ണർ പെട്ടെന്ന് മരിച്ചു പോയി. സോ അതെന്ത് ചെയ്യും? അവരെ
ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കടത്തിവിടും. ബൈ ദ അഡ്ജുഡിക്കേഷൻ ഓഫ് എ പാർട്ണർ ഓഫ് ഇൻസോൾവ്. പാർട്ണർ ഇൻസോൾവന്റ് ആയാലും എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഒരു കണ്ടിജൻസി ആണ്, നമുക്ക് അറിയാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഡിസോൾവ് ചെയ്യേണ്ടി വരും. ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, നാലാമത്തെ പോയിന്റ്. Dissolution in case of partnership at will, the firm may be dissolved if any one of the partners gives a notice in writing to other parties. പാർട്ണർഷിപ്പ് എന്തുണ്ട്? പാർട്ണർഷിപ്പ് പറ്റി ബില്ലും ഉണ്ട്, ദെൻ ഈ പറയുന്ന ഈ ഒരു ഡ്യൂറേഷൻ ബേസ് ചെയ്ത പാർട്ണർഷിപ്പ് ഉണ്ട്. പാർട്ണർഷിപ്പ് പറ്റി ബില്ലിന്റെ മീനിങ് എന്താണ്? ഈ പറയുന്ന അവരുടെ ഇഷ്ടാനുസരണം ഒരു പാർട്ണർഷിപ്പ് തുടങ്ങുന്നു, ഇഷ്ടാനുസരണം എന്ത് നിർത്തുന്നു? പാർട്ണർഷിപ്പ് നിർത്തുന്നു. സോ വൺ ഓഫ് ദ പാർട്ണേഴ്സ്, ഏതെങ്കിലും ഒരു പാർട്ണർ നോട്ടീസ് കൊടുക്കുന്നു, മറ്റൊരു പാർട്ണർ എന്താണ്, നമുക്ക് ഞാൻ പാർട്ണറായിട്ട് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പാർട്ണർഷിപ്പ് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇറ്റ് ലീഡ്സ് ടു വാട്ട്? ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. ദെൻ ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. ഡിസൊല്യൂഷൻ ബൈ കോർട്ട് എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് പറഞ്ഞാൽ, ഈ പറയുന്ന പാർട്ണർഷിപ്പിലെ പാർട്ണർ എന്ന് പറയുന്ന വ്യക്തി ഇൻസൈൻ ആയിപ്പോയി. ഇൻസോൾവെന്റ് ആവുന്ന കേസ്, ഇൻസൈൻ മീൻസ് എന്താണ്? പുള്ളിക്ക് ഭ്രാന്തായിപ്പോയി. അല്ലെങ്കിൽ എന്താണ്, ആ പറയുന്ന പാർട്ണർ, മാനേജിങ് പാർട്ണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ എന്താണ്, പാർട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന പാർട്ണറിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ പറയുന്ന മിസ്കണ്ടക്റ്റും എന്താ ഒരു മോശം കാര്യങ്ങളൊക്കെ പാർട്ണർഷിപ്പിനെ വേറെ രീതിയിലേക്ക് വഴിതെളിച്ച് വിടുന്നു. സോ ഇന്ന കേസിലൊക്കെ ആര് ഡിസോൾവ് ആക്കും? ഡിസൊല്യൂഷൻ ബൈ കോർട്ട് സംഭവിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കൂ. ദെൻ ഡിസൊല്യൂഷൻ ബിറ്റ്വീൻ പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, അതിന്റെ ഡിഫറൻസ് ആണ്. എന്തൊക്കെയാണ് നോക്കാം. 5 പോയിന്റ് നോക്കി വെച്ചിരുന്നാൽ മതി. ഇത് ഞാൻ മറ്റേ ഫ്രീക്വന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ PDF വന്നതിനകത്ത് ആ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ടെർമിനേഷൻ ഓഫ് ബിസിനസ്. ബിസിനസ് എന്താണ്? പാർട്ണർഷിപ്പിൽ ടെർമിനേറ്റഡ് ആവുന്നില്ല, ബിസിനസ് ഓഫ് ദ ഫേം ഇസ് ക്ലോസ്ഡ്. ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ, ഒരു പാർട്ണർഷിപ്പ് ഡിസോൾവ് ആവൂ എന്ന് ചോദിച്ചാൽ ബിസിനസ് ടെർമിനേറ്റ് ചെയ്തു എന്നല്ല. ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ് മീൻസ് എന്താണ്? തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുന്നു? പെർമനന്റ് ആയിട്ടൊന്നും ചെയ്യുന്നൊന്നുമല്ല, മാറ്റി വെക്കുകയൊന്നുമല്ല. ബിസിനസ് എന്താണ്? ക്ലോസ് ചെയ്യണത്. ഡിസൊല്യൂഷൻ ഫേമിൽ എന്താണ്? ബിസിനസ് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. സെറ്റിൽമെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റിവാല്യൂഡ് ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ് ഈസ് ഡ്രോൺ. എന്ത് ചെയ്യും? ഡിസൊല്യൂഷൻ പാർട്ണർഷിപ്പിൽ അസറ്റ്സും ഈ പറയുന്ന ലയബിലിറ്റി റീവാല്യൂ എവിടെ പഠിച്ചു നമ്മൾ? അഡ്മിഷൻ റിട്ടേണിലൊക്കെ പഠിച്ചു. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ എന്താണ്? അസറ്റ്സ് വിറ്റ് ലയബിലിറ്റീസ് എന്ത് ചെയ്യും? പേ ഓഫ് ചെയ്യും. ഓക്കെ, ദെൻ കോർട്ട്സ് ഇന്റർവെൻഷൻ. കോർട്ട് ഡസ് നോട്ട് ഇന്റർവെൻ ബിക്കോസ് പാർട്ണർഷിപ്പ് ഡിസോൾവ് ബൈ മ്യൂച്വൽ അഗ്രിമെന്റ്. കോർട്ട് എന്ത് ചെയ്യത്തില്ല? പാർട്ണർഷിപ്പിൽ ഡിസൊല്യൂഷൻ ഇൻവോൾവ് ചെയ്യത്തില്ല. കാരണം എന്താണ്? അവർ തമ്മിൽ പരസ്പരം സഹകരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഡിസോൾവ് ആവുന്നത്. ഫേം എന്ത് ചെയ്യാം? ക്യാൻ ബി ഡിസോൾവ് ബൈ ദ കോർട്ട് ഓർഡർ. ദെൻ എക്കണോമിക് റിലേഷൻഷിപ്പ്. എക്കണോമിക് റിലേഷൻ ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ് കണ്ടിന്യൂസ് ദോ ഇൻ എ ചേഞ്ച്ഡ് ഫോം. എങ്ങനെയാണ്? അഡ്മിഷൻ സംഭവിക്കുന്നു, റിട്ടയർമെന്റ് സംഭവിക്കുന്നു, പാർട്ണർഷിപ്പിൽ കണ്ടിന്യൂ, ബട്ട് ആ പറയുന്ന പാർട്ണേഴ്സ് തമ്മിലുള്ള ബന്ധം, റിലേഷൻ മാറും. ദെൻ എക്കണോമിക് റിലേഷൻ ബിറ്റ്വീൻ പാർട്ണേഴ്സ് കെയിംസ് ടു എൻഡ്. അവിടെ രാത്രി ഡിസോൾവ് ആയി അസറ്റ്സ് ലയബിലിറ്റി റിവാല്യൂ ചെയ്ത് എല്ലാം പൂട്ടിപ്പറക്കി എടുത്തുകൊണ്ട് പോകും. ക്ലോഷർ ഓഫ് ബുക്സ് ഡസ് നോട്ട് റിക്വയർ ബിക്കോസ് ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റ്. ബിസിനസ് ടെർമിനേറ്റ് ആവുന്നില്ല, ഇല്ലാതാവുന്നില്ല. ദെൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്. എവിടെ? ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ. 5 പോയിന്റ് മതി. ഓക്കെ, ഇനിയാണ് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് പറഞ്ഞ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ കേസിലാണ് എന്ത് വരുന്നത്? ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ കേസിലാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, കാരണം അവിടെയാണ് എല്ലാം വിറ്റ് പറക്കി എല്ലാവരും പറഞ്ഞൊക്കെ വിട്ട് കാര്യങ്ങളൊക്കെ സെറ്റിൽ ആവുന്നത്. ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ എന്തൊക്കെ വരും? അഡ്മിഷൻ, റിട്ടയർമെന്റ് വരും, ഡെത്ത് ഒക്കെ വരും, നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പാർട്ണർഷിപ്പ് റിമൈൻസ് ദെയർ. പാർട്ണർഷിപ്പ് എന്ത് ചെയ്യും? അവിടെ തന്നെ കാണും. ഓക്കെ, നമ്മൾ പോകുന്നു റിയലൈസേഷൻ അക്കൗണ്ടിലെ കണക്കുകളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, പോവാം.
റിയലൈസേഷൻ അക്കൗണ്ട് ഞാൻ ഒന്ന് പറയാം. നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ്? നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് 3 സാധനം. ഒന്ന് റിയലൈസേഷൻ അക്കൗണ്ട് വേണം. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ സമയത്ത് റിയലൈസേഷൻ അക്കൗണ്ട് വേണം. പിന്നെ എന്ത് വേണം ഇവിടെ നമുക്ക്? പിന്നെ എന്ത് വേണം? പിന്നെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വേണം. ദെൻ പിന്നെ എന്ത് വേണം? ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് എവിടെ വേണ്ടത്? ഡിസൊല്യൂഷൻ ഓഫ് ഒരു ഫേമിന്റെ കേസ്, ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമിന്റെ കേസിൽ എവിടെ വേണ്ടത്? നമുക്ക് അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടത് വെച്ചാൽ ബിസിനസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ഓക്കെ. പക്ഷെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ത് ചെയ്യത്തില്ല? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കംപ്ലീറ്റ്ലി എന്താവത്തില്ല? ക്ലോസ് ആവത്തില്ല. കാരണം അഡ്മിഷനും റിട്ടയർമെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നു. റിയലൈസേഷൻ അക്കൗണ്ട് എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്താ കാര്യങ്ങൾ വരും? റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്താ കാര്യങ്ങൾ വരും എന്നാണ് ക്വസ്റ്റ്യനില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ഷീറ്റ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബാലൻസ് ഷീറ്റ് ആണ്. ആ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ലയബിലിറ്റി എന്ത് ചെയ്യണം? റിയലൈസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അസറ്റ്സ് വിറ്റ് പൈസ കിട്ടണം, ലയബിലിറ്റി കൊടുത്തു തീർക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാ അസറ്റ്സിനും എന്ത് ചെയ്യണം? ഓൾ അസറ്റ്സ് ഹാസ് ടു ബി ഡെബിറ്റഡ്. എല്ലാ അസറ്റ്സും ഡെബിറ്റ് ചെയ്ത് എല്ലാ ലയബിലിറ്റി എന്ത് ചെയ്യാനോടെ ആദ്യമേ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് അവർ പറയും, ഓരോ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ് പറയും. ഈ പറഞ്ഞ അസറ്റ് വിറ്റ് ഇത്ര പൈസ കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അസറ്റ്സ് വിറ്റ് ഇത്ര പൈസ കിട്ടിയെന്ന് പറയും. അല്ലെങ്കിൽ ചോദ്യത്തിൽ പറയും, ഈ പറയുന്ന അസറ്റ് എ എന്ന് പറഞ്ഞ പാർട്ണർ എടുത്തോണ്ട് പോയി. ഒരു പാർട്ണർ എടുത്തോണ്ട് പോയെന്ന് പറയാം. അപ്പൊ നമ്മളോട് എഴുതും പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കണം. ഓക്കെ. ഇനി ലയബിലിറ്റി കൊടുത്തു തീർത്തെന്ന് പറഞ്ഞു പറയും. അപ്പൊ ലയബിലിറ്റി എന്താവും? ലയബിലിറ്റി കുറഞ്ഞു, ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റി നമ്മളിവിടെ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കണം, ക്യാഷ്. ഇവിടെയും ക്യാഷ്. റിയലൈസ് ചെയ്തു, ക്യാഷ് ആയിട്ട് കൊടുത്തു തീർത്തു, ക്യാഷ് ആയിട്ട് അസറ്റ് കിട്ടും. അസറ്റ് വിറ്റ് പറക്കി ലയബിലിറ്റി കൊടുത്തു തീർന്നു എന്ന മീനിങ്. ക്വസ്റ്റ്യന് പറയും, ഒരു അഡ്ജസ്റ്റ്മെന്റ് പറയുന്നതാണ് ലയബിലിറ്റി ആര് കൊടുത്തു തീർത്തു? ഒരു പാർട്ണർ കൊടുത്തു തീർത്തു എന്ന് പറയുമ്പോൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട? പാർട്ണർ അത് എന്ത് ചെയ്തു? കൊടുത്തു തീർത്തു. ലയബിലിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ. ഇനി ക്വസ്റ്റ്യന് പറയുന്നതാണ് റിയലൈസേഷൻ എക്സ്പെൻസ് ഇത്ര രൂപയായി. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം നമ്മൾ എന്ന് പറഞ്ഞ ഇതോടെ ക്യാഷ് എന്താണ്? റിയലൈസേഷൻ എക്സ്പെൻസ്. ഇത് നമ്മൾ എന്ത് ചെയ്യടെ? ബാലൻസ് ചെയ്യും. ഇത് നമ്മൾ ബാലൻസ് ചെയ്യും. ഈ ബാലൻസ് ചെയ്ത് കിട്ടുന്ന പൈസ ആർക്ക് അവകാശപ്പെട്ടതാണ്? പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ആർക്ക് അവകാശപ്പെട്ടതാണ്? ഈ പറയുന്ന പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. അവർ കൊടുക്കും. ഇത് പിന്നെ എവിടെ പോകും? ഈ പറയുന്ന പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ട പ്രോഫിറ്റ് എവിടെ പോകും? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് പോകും. ഇങ്ങോട്ട് പോകും, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ. ഈ റിയലൈസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ ഇവിടെ എഴുതും ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ടിൽ എഴുതും. ബാങ്ക് അക്കൗണ്ട് അവസാനം എന്തായിരിക്കണം? ടാലിഡ് ആവണം. ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ആയിരിക്കണം? ടാലിഡ് ആവണം. എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് ടാലിഡ് ആവണം എന്ന് പറയുന്നത്? കാരണം ബാങ്ക് അക്കൗണ്ട് ടാലി ആയാലും അതിന്റെ മീനിങ് എന്താവുള്ളൂ? ഫോം ഡിസോൾവ് ആയി, എല്ലാ കാര്യങ്ങളും റിയലൈസ് ആയി, അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത് മീൻസ് ബാങ്ക് അക്കൗണ്ട് ടാലി ചെയ്യുന്നത്. ഓക്കെ. ഇതിന്റെ ജേണൽ എൻട്രീസ് പരീക്ഷയ്ക്ക് ചോദിക്കാം. ജേണൽ എൻട്രീസ് നിങ്ങൾക്ക് അറിയാം എന്താണ്? ഫോർ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്. ജേണൽ എൻട്രി ഫോർ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്. അസറ്റ് ട്രാൻസ്ഫർ എൻട്രി എങ്ങനെ എൻട്രി? അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി എങ്ങനെയാണ്? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റഡ് ടു അസറ്റ്സ്. ഓരോ അസറ്റ്സിന്റെ പേര് വെച്ച് എഴുതണം. ദെൻ ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ലയബിലിറ്റീസ് അക്കൗണ്ട് അറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ അസറ്റ്സ് അക്കൗണ്ട് അറ്റഡ് ടു റിയലൈസേഷൻ. ലയബിലിറ്റി റിയലൈസ് ചെയ്യുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ലയബിലിറ്റീസ്. ഏതെങ്കിലും ഒരു പാർട്ണർ ഈ പറയുന്ന ഒരു ലയബിലിറ്റി എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റഡ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എടുത്തോണ്ട് പോയതല്ല, കൊടുത്തു തീർത്തുന്നു. ദെൻ അസറ്റ് ഏതെങ്കിലും ഒരു പാർട്ണർ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു എൻട്രി? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ എക്സ്പെൻസ് ക്യാഷ് ആയിട്ട് കൊടുത്തു. ഇതേപോലെ പാർട്ണർ എടുത്തെങ്കിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ. ക്യാഷ് ആയിട്ട് കൊടുത്തു. എങ്ങനെ ഒരു എൻട്രി? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞ ഒരു എൻട്രി. ഓൺ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് പ്രോഫിറ്റ്? ഈ പറഞ്ഞ റിയലൈസേഷൻ പ്രോഫിറ്റ് എങ്ങനെ എൻട്രി വരും? റിയലൈസേഷൻ അക്കൗണ്ട് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ ഈ പറയുന്ന പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു വരും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. Illustration 8.
ഇലിസ്ട്രേഷൻ 8. ഇലിസ്ട്രേഷൻ 8ൽ എന്താണ് ഒരു ബാലൻസ് ഷീറ്റ് എന്തിട്ടുണ്ട്? അഞ്ജു, മഞ്ജു ആൻഡ് സഞ്ജു ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ റേഷ്യോ 3:1:1. അപ്പൊ റേഷ്യോ നമ്മളതിലുണ്ട് എന്താണ്? 3:1:1. ഈ റേഷ്യോ എന്തിനു മാത്രം മതിയുടെ? ഈ റേഷ്യോ എന്തിനു മാത്രം മതി? റിയലൈസേഷൻ ഈ പറയുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് മതി? ഇപ്പൊ ലോസ് മതി. കാരണം ഇവിടെ ഗെയിനിങ് റേഷ്യോ അല്ലെങ്കിൽ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം അഡ്മിഷൻ റിട്ടയർമെന്റ് ഒരു കാര്യങ്ങളും സംഭവിക്കുന്നില്ല. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതെന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ആണ്. ഓക്കെ, ഒരു ഫേമും പാർട്ണർഷിപ്പും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫേം എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രജിസ്റ്റർ ചിലപ്പോൾ അതിന് പാർട്ണർഷിപ്പ് ഡീഡ് ഒന്നും കാണത്തില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. ജസ്റ്റ് എന്താണ്? അവർ മ്യൂച്വലി എഗ്രി ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു പാർട്ണർഷിപ്പ്. കാരണം അതിന്റെ ഒരു ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ എന്താണ്? കുറവാണ്. പക്ഷെ ഒരു ഫേമിലേക്ക് നീങ്ങുമ്പോൾ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഒരുപാട് ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ അകത്ത് എന്താണ്? ഫേമിൽ ഒരു മാനേജ് പോലെ ഉറപ്പായിട്ടും കാണണം. അയാളായിരിക്കണം കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ കുറെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ ഫേമിലുണ്ട്. പാർട്ണർഷിപ്പ് തന്നെയാണ് ഫേം, ബട്ട് ദർ ആർ ഡിഫറൻസസ്. അതാണ് ഇവിടെ വരുന്ന ഏറ്റവും വലിയ ഡിഫറൻസ്. ഡിസൊല്യൂഷൻ തന്നെ നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടെന്ന്. കാരണം ഫോം ഡിസോൾവ് ആകുമ്പോൾ ഡയറക്റ്റ് എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് പോകുന്നു. പക്ഷേ ഒരു പാർട്ണർഷിപ്പ് ഡിസോൾവ് ആകുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് റിവാല്യൂഷൻ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടെ പാർട്ണർഷിപ്പ് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവുന്നില്ല. അവിടെ എന്ത് ചെയ്യുന്നു? പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും റിട്ടയർ ചെയ്യുന്ന വഴി എന്ത് ചെയ്യുന്നു? ബിസിനസ് സ്റ്റിൽ കണ്ടിന്യൂസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. അഞ്ജു, മഞ്ജു ആൻഡ് സഞ്ജു ഷെയറിംഗ് പ്രോഫിറ്റ് റേഷ്യോ 3:1:1. ഡിസൈഡ് ടു ഡിസോൾവ് ദെയർ ഫോം ഡിസോൾവ് ചെയ്യാൻ തീരുമാനിച്ചു. ഓൺ മാർച്ച് 31, 2014 their position was as follows. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആണ്. എന്താണ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പറയണമെന്ന് നോക്കാം. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ലോൺ ഉണ്ട്, ക്യാപിറ്റൽ സർജൻ ഉണ്ട്, ക്യാഷ് ഇൻ ബാങ്ക് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, പ്രൊവിഷൻ കാര്യം, ബിൽഡിംഗ്സ് ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റ്സ്. അഞ്ജു ടാക്സ് ഓവർ ദ ഫർണിച്ചർ. അഞ്ജു ആണ് എന്തെടുത്തോണ്ട് പോയത്? ഫർണിച്ചർ എടുത്തോണ്ട് പോയത്. ഡെറ്റേഴ്സ് അമൗണ്ടിങ് ടു ₹2 lakh at ₹1,85,000 മീൻസ് എന്ത് ചെയ്തു? 1,85,000 രൂപ കിട്ടിയോളൂ. അഞ്ജു ഓൾസോ അഗ്രീസ് ടു പേ ദ ക്രെഡിറ്റേഴ്സ്. Manju is to take over stock at book value and buildings at book value less 10%. ആരെടുത്തോണ്ട് പോയി? മഞ്ജു എടുത്തോണ്ട് പോയി. Sanju is to take over remaining debtors at 80% of book value and the responsibility for the discharge of the loan. Then the expense of dissolution amount to ₹2,200. ഓക്കെ, ആയിക്കോട്ടെ. നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ആദ്യം അസറ്റ്സിനൊക്കെ എന്ത് ചെയ്യണം? ഈ അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാഷ് ഇൻ ബാങ്കോ ക്യാഷ് ഇൻ ഹാൻഡോ എടുക്കരുത്. ബാക്കി അസറ്റ്സ്, അതല്ലാതെയുള്ള അസറ്റ്സിനൊക്കെ എടുത്ത് ഡെബിറ്റ് ചെയ്യുന്നു. സ്റ്റോക്ക് ഉണ്ടോ? സ്റ്റോക്ക് 83,000, ഫർണിച്ചർ 12,000, ഡെറ്റേഴ്സ് 2,42,000, ബിൽഡിംഗ്സ് 2 ലക്ഷം. ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് നമ്മൾ ഡെബിറ്റ് അല്ലേ, ഇത് ക്രെഡിറ്റ് ആണ്. എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തത്? ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചാൽ മതി അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ. പക്ഷേ ഈ പറഞ്ഞ ഡെറ്റേഴ്സോട്ട് അതിന് ബന്ധമുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കുന്നത്. ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ഓക്കെ, പ്രൊവിഷനെ കാണിച്ചു, ക്രെഡിറ്റേഴ്സ് കാണിച്ചു, ഒരു ലോണും ഉണ്ട്. അപ്പൊ അസറ്റ്സും ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. കുഴപ്പമൊന്നുമില്ല. ഇനി എന്താണ്? പേ ഓഫിന്റെ കേസിലാണ് പറയുന്നത്. പേ ഓഫ്. അസറ്റ്സ് റിയലൈസ് ചെയ്യുന്നു, ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്നു. അസറ്റ്സ് റിയലൈസ് ചെയ്യുന്ന നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അഞ്ജു ടേക്സ് ഓവർ ദ ഫർണിച്ചർ ₹10,000. അപ്പൊ അഞ്ജു ഫർണിച്ചർ എടുത്തോണ്ട് പോയി 10,000 രൂപ കൃത്യമായിട്ട് എഴുതി. ഓക്കെ, ഇവിടെ ഒരു സംശയം വരാം. ഈ പറയുന്ന അഞ്ജു ഫർണിച്ചർ 10,000 രൂപയ്ക്ക് എടുത്തോണ്ട് പോയി. അപ്പൊ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെയാണ്? നമ്മൾ അതിന്റെ ഡിഫറൻസ് ആണ് എടുക്കുന്നത്. അസറ്റ്സിന്റെ ബുക്ക് വാല്യൂ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ നമ്മുടെ ഡിഫറൻസ് ആണ് നമ്മൾ റീവാല്യൂഡ് ഫിഗർ ആയിട്ട് കാണിക്കുന്നത് അഡ്മിഷൻ റിട്ടയർമെന്റിലൊക്കെ. ബട്ട് ഇൻ ദിസ് കേസ് നമ്മൾ എന്താണ്? അസറ്റ്സിന്റെ സ്റ്റിൽ നൗ അസറ്റ്സിന്റെ വാല്യൂ എത്രയാണോ അതാണ് റിയലൈസേഷൻ മീൻസ് നൗ കറണ്ട് വാല്യൂ ഓഫ് ദ അസറ്റ്സ്. ഓക്കെ, നമ്മളെല്ലാം റിയലൈസ് ചെയ്യണം. നമുക്ക് അത് വിറ്റ് എത്ര കിട്ടും എന്ന് റിയലൈസ് ചെയ്യണം. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിൽ വേണം. ദെൻ ഡെറ്റേഴ്സ് എത്രയാണ്? 1,85,000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1,85,000 രൂപ അഞ്ചു എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞു. 2 ലക്ഷം ഡെറ്റേഴ്സ് 1,85,000. ഓക്കെ, അഞ്ചു എടുത്തോണ്ട് പോകട്ടെ. ഓക്കെ, ദെൻ അഞ്ചു ഇസ് ടു ടേക്ക് ഓവർ സ്റ്റോക്ക്. അഞ്ച് സ്റ്റോക്ക് എടുത്തോണ്ടോ? അപ്പൊ 83,000 രൂപയ്ക്ക് തന്നെയാണ് അഞ്ച് സ്റ്റോക്ക് എടുത്തോണ്ട്. അതാണ് അഞ്ച് സ്റ്റോക്ക് എടുത്തോണ്ട് പോയെന്നങ്ങ് പറഞ്ഞു. അപ്പൊ 83,000 രൂപയ്ക്കാണ് അഞ്ച് സ്റ്റോക്ക് എടുത്തോണ്ട് പോയത്. ദെൻ ബിൽഡിംഗ്സ് ആൻഡ് ബുക്ക് വാല്യൂ ലെസ് 10%. അപ്പം ബിൽഡിങ്ങിന്റെ വില എത്രയാണ്?
2 ലക്ഷം രൂപയാണ്. അപ്പൊ 2 ലക്ഷം രൂപയ്ക്കല്ലേ എടുത്തത്, 2 ലക്ഷത്തിന്റെ 10% കുറച്ചാണ് എടുത്തത്. മീൻസ് എന്താണ്, 1,80,000 രൂപയ്ക്കാണ് എടുത്തത്. 20,000 കുറച്ചാണ് ആരെടുത്തത്, ഈ പറയുന്ന മഞ്ജു ബിൽഡിംഗ് എടുത്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അസറ്റ് എന്ത് ചെയ്തു, വിറ്റ് ട്രാൻസ്ഫർ ചെയ്തു, റിയലൈസ് ചെയ്തു ബിൽഡിംഗ് വരെ. ദെൻ സഞ്ജു യൂസ് ടു ടേക്ക് ഓവർ റിമൈൻ ഡെറ്റേഴ്സ് അറ്റ് 80% ബുക്ക് വാല്യൂ. എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ് മൊത്തം 2,42,000 ഉണ്ട്. പുള്ളി 2,42,000 അല്ല റിയലൈസ് ചെയ്തത്. എത്ര രൂപ കൊടുത്തു തീർത്തു, അല്ലെ എത്ര രൂപ അദ്ദേഹത്തിന് കിട്ടി, റിയലൈസ് ചെയ്ത് കിട്ടി? 80% കിട്ടിയുള്ളൂ. എത്ര കിട്ടി? 80% കിട്ടിയുള്ളൂ. 80%. ഓക്കെ, 80% കിട്ടുള്ളൂ. ഡെറ്റേഴ്സ് എത്ര ഉണ്ട്? പുള്ളി എന്തുണ്ട്, സഞ്ജു ടേക്ക് ഓവർ റിമൈൻ ഡെറ്റേഴ്സ് അറ്റ് 80% ബുക്ക് വാല്യൂ. ഓക്കെ, സഞ്ജു ഡെറ്റേഴ്സ് എടുത്തോണ്ട് പോയി. 80% ഡെറ്റേഴ്സ് എന്ത് ചെയ്തു, കൊടുക്കാമെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി. മീൻസ് റിയലൈസ്ഡ് ഫിഗർ എത്രയാണ്? 20% ആണ് റിയലൈസ്ഡ് ഫിഗർ. മീൻസ് 2,42,000 into 20%. 2,30,000. റോഷൻ കുറയ്ക്കണമല്ലോ, 20%. ഇതിനകത്ത് ഡെറ്റേഴ്സ് ആരെടുത്തോണ്ട് പോയി? 2 ലക്ഷം ഡെറ്റേഴ്സ് ആരെടുത്തോണ്ട് പോയടേ? ആര് കൊടുത്തു തീർത്തു? 5 കൊടുത്തു തീർത്തായിരുന്നു. 5 2 ലക്ഷം ഡെറ്റേഴ്സ് കൊടുത്തു തീർത്തില്ലേ? 5 2 ലക്ഷം രൂപ ഡെറ്റേഴ്സ് എന്ത് ചെയ്തു, കൊടുത്തു തീർത്തു. എവിടെ പറഞ്ഞിട്ടുണ്ട്? 5 ടേക്ക് ഓവർ ദ ഫർണിച്ചർ ഡെറ്റേഴ്സ് എമൗണ്ട് ₹2 lakhs at 80. ബാക്കി എത്ര ഉണ്ട്? ഇനി 42 ഡെറ്റേഴ്സ് ഉണ്ട്. ആ 42 ഡെറ്റേഴ്സ് ആര് കൊടുത്തു തീർക്കും? 42,000 കൊടുത്തു തീർക്കത്തില്ല, അതിന്റെ 80% എന്റെ കൊടുത്തു തീർക്കോളൂ. അതിന്റെ കൊടുത്തു തീർക്കോളൂ കിട്ടത്തുള്ളൂ, റിയലൈസ് ചെയ്യത്തുള്ളൂ. എന്റെ 80% മീൻസ് 33,600 രൂപയെ എവിടെ റിയലൈസ് ആവുള്ളൂ? സഞ്ജു റിയലൈസ് ചെയ്തെടുത്തോളൂ. ഓക്കെ, മീൻസ് 20% ലെസ് ബുക്ക് വാല്യൂ. ഓക്കെ, 20% കുറച്ചാണ് എന്ത് ചെയ്തത്, സഞ്ജു റിയലൈസ് എടുത്തത്, സഞ്ജു ഡെറ്റേഴ്സിൽ നിന്ന് വാങ്ങിച്ചെടുത്തത്. ഓക്കെ, അതാണ് ലിറ്റിൽ കൺഫ്യൂഷൻ വന്നത് എനിക്ക്. കാരണം ഡെറ്റേഴ്സ് ഓൾറെഡി കുറച്ച് ഭാഗം റിയലൈസ് ചെയ്തു, പിന്നെ ബാക്കിയാണ് ഇവിടെ സഞ്ജു റിയലൈസ് ചെയ്തത്. ദെൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ദ ലോൺ. ലോൺ ആരടച്ചു തീർക്കണം? സഞ്ജു അടച്ചു തീർക്കണം. മീൻസ് 15,000 ഇവിടെ ലോൺ ഉണ്ട്, അതെന്ത് ചെയ്യണം? സഞ്ജു അടച്ചു തീർക്കണം. ഓക്കെ, ലോൺ ഇവിടെയാണ് വന്നത്. ലോൺ പേ ഓഫ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, കുറയണം, 15,000 രൂപ അടക്കുന്നു. ദെൻ ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്? ക്രെഡിറ്റേഴ്സിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അവിടെ. ക്രെഡിറ്റേഴ്സിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. 5 ആണ് എഗ്രി ചെയ്ത് ക്രെഡിറ്റേഴ്സിനെ. ഓക്കെ, അഞ്ചു സ്കാപ്പിൽ ക്രെഡിറ്റേഴ്സ് 5 കൊടുത്തു തീർത്തു. ദെൻ ബാക്കി എക്സ്പെൻസിന്റെ കേസ്. എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂഷൻ എമൗണ്ട് ₹2,200. അതെങ്ങനെയായിരിക്കും പോയത്? ക്യാഷ് ആയിട്ടായിരിക്കും പോയത്. അതെങ്ങനെയാണ് പോയത്? ക്യാഷ് ആയിട്ടായിരിക്കും പോയത്. ഓക്കെ, ക്യാഷ് എന്ന് പറഞ്ഞ് ബാങ്ക് റിയലൈസേഷൻ എക്സ്പെൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് നമുക്ക് എന്താണ് കിട്ടിയത്? ലോസ് ആണ് കിട്ടിയത്. ഇപ്പൊ ലോസ് നമ്മൾ എങ്ങോട്ട് മാറ്റും? ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് മാറ്റും. ഇങ്ങോട്ട് മാറ്റും, ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് മാറ്റും. ഓക്കെ, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പറയത്തേക്കായിട്ട് ഒന്നുമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എഴുതും. നമ്മൾ എന്ത് എഴുതുന്നു? ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഈ പറയുന്ന 5 എന്ത് ചെയ്തു? കുറെ അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ അസറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? അഞ്ജുവിന് കൊടുക്കണം. മീൻസ് അഞ്ജുവിനെ ഡെബിറ്റ് ചെയ്യണം. ആ പറഞ്ഞ എൻട്രി എങ്ങനെ വരും? 5 അസറ്റ് എടുത്തുകൊണ്ട് എൻട്രി എങ്ങനെ വരും ഇവിടെ? ഇങ്ങനെ ഒരു എൻട്രി അഞ്ജുവിന്റെ അക്കൗണ്ട് എന്ത് ചെയ്യും? ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അഞ്ജുവിന്റെ അക്കൗണ്ട് ഡെബിറ്റ്. അഞ്ജു അക്കൗണ്ട് അറ്റു എന്താണ് വരുന്നത്? അസറ്റ്സ് എന്ന് പറഞ്ഞല്ലേ വരുന്നത്, അല്ലേ? യെസ്, അഞ്ജു അക്കൗണ്ട് അറ്റു അസറ്റ്സ് എന്ന് പറഞ്ഞ എൻട്രി വരുന്നത്. അപ്പൊ അഞ്ജുവിന്റെ അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 5 റിയലൈസ് ചെയ്ത അസറ്റ്, അല്ലെങ്കിൽ അഞ്ജു റിയലൈസ് അസറ്റ്, സഞ്ജു റിയലൈസ് അസറ്റ്, ഇതെല്ലാം എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അവര് റിയലൈസ് ലയബിലിറ്റി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ആരാണ് ഒരു ലയബിലിറ്റി റിയലൈസ് ചെയ്തത്? ആര് റിയലൈസ് ചെയ്തു? 2 ലയബിലിറ്റി. മീൻസ് ക്രെഡിറ്റേഴ്സിനെ 5 റിയലൈസ് ചെയ്തു, സഞ്ജു എന്ത് ചെയ്തു? ഈ പറഞ്ഞ ലോണും റിയലൈസ് ചെയ്തു. അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? റിയലൈസേഷന്റെ കാര്യങ്ങൾ എഴുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ പറഞ്ഞ ലോസിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ലോസിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാത് വ്യക്തികൾക്ക് എന്ത് ചെയ്തു? ലോസ് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ എന്ത് ചെയ്യുക? അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. എന്ത് ചെയ്യുക? അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് എന്തെന്ന് എഴുതണം? ബാങ്ക് എന്ന് പറഞ്ഞേ എഴുതാവുള്ളൂ. എന്തെന്ന് എഴുതണം? ബാങ്ക് എന്ന് പറഞ്ഞേ എഴുതാവുള്ളൂ. വൈ ബാങ്ക്? കാരണം ഇനി ഉള്ളതൊക്കെ അവർ കൊടുത്തു തീർക്കാൻ പോവുകയാണ്. അവർക്ക് എന്ത് ചെയ്യണം? എല്ലാം കൊടുത്തു തീർക്കാൻ പോവുകയാണ്. കാരണം ഇനി പാർട്ണേഴ്സ് എല്ലാം വിറ്റ് പറക്കി എടുത്തോണ്ട് പോവുകയാണ്. ഓക്കെ, ഇനി അവിടെ എന്തില്ല? ഇനി ഒരു ഫേം അവിടെ ഇല്ല. ഫേം എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ആവുന്നു. ഓക്കെ, ഫേം എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ആവുന്നു. അപ്പൊ നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ അടുത്ത് എന്ത് പ്രിപ്പയർ ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എന്ത് പ്രിപ്പയർ ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം.
ബാക്ക് ബുക്കും പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് എന്ത് വരും? റിയലൈസേഷൻ എക്സ്പെൻസ് കാണും. റിയലൈസേഷൻ എക്സ്പെൻസ് എന്താണ്? നമുക്ക് 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 എക്സ്പെൻസ് ആണ്, മീൻസ് എന്താണ്? ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ദെൻ അഞ്ജൂസ് ക്യാപിറ്റൽ. അഞ്ജുവിന്റെ ക്യാപിറ്റലിന് എന്ത് ബാലൻസ് ആണ്? അഞ്ജുവിന്റെ ക്യാപിറ്റൽ എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലേ? സോറി, ക്രെഡിറ്റ് ബാലൻസ് ആണ് അഞ്ജുവിന്റെ ബാലൻസിന്. ഓക്കെ, അഞ്ജുവിന് പൈസ കൊടുക്കാനുണ്ട്. സഞ്ജുവിന് എന്ത് ചെയ്യുന്നത്? പൈസ കൊടുക്കാനുണ്ട്. ക്രെഡിറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. മീൻസ് അവർക്ക് എന്ത് ചെയ്യുന്നത്? പൈസ കൊടുക്കാനുണ്ടെന്നുള്ള മീനിങ് ആണ്. മഞ്ജുവിന്റെ ക്യാപിറ്റൽ മാത്രം എന്താണ്? ഡെബിറ്റ് ആണ്. മീൻസ് എന്താണ്? മഞ്ജു ഇങ്ങോട്ട് പൈസ തരണം. മഞ്ജു ഇങ്ങോട്ട് പൈസ തരും. ഡെബിറ്റ് ആണ്. 1,60,000 എന്ത് ചെയ്യണം? മഞ്ജു തരേണ്ടതായിട്ടുണ്ട്. ദെൻ ബാലൻസ് പ്ലോട്ട് എന്താണ്? നമ്മൾ ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ്, ബാലൻസ് ഷീറ്റ് ഓപ്പൺ ബാലൻസ് പ്ലോട്ട് തന്നെ 35,000 രൂപ അല്ലേ? 35,000 രൂപ. അങ്ങനെ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന അക്കൗണ്ട് എന്ത് ചെയ്യണം? ബാലൻസ് ആവും. ഈ പറയുന്ന അക്കൗണ്ട് എന്ത് ചെയ്യണം? ബാലൻസ് ആവും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയുള്ള എന്ത്? ഡിസൊല്യൂഷൻ ഓഫ് ഫേം. നമ്മൾ റിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ തന്നെയൊക്കെയാണ്. ഇനി അങ്ങോട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഒരേ കണക്കത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കഴിഞ്ഞ തവണ ഈ പറയുന്ന ഫൈനൽ അക്കൗണ്ട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു റിയലൈസേഷൻ അക്കൗണ്ട്, മീൻ റീവാലുവേഷൻ അക്കൗണ്ട് കണക്ക്, മീൻസ് ഒരു അഡ്മിഷനിൽ ഒരു എന്താണ് ഒരു റിയലൈസേഷനോട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫേമോട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. 2 ക്വസ്റ്റ്യൻ. ഞാൻ അത് മറ്റേ ആ വീഡിയോയിലുണ്ട്, ഞാൻ ചെയ്ത വീഡിയോയിൽ. ഓക്കെ, എനിവേ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ്സ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ എന്ത് വരും? ഒരുപാട് എന്ത് വരും? അഡ്ജസ്റ്റ്മെന്റ്സ് വരും. ആ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സിൽ വേണം എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റ് പറഞ്ഞ ഐറ്റം എവിടെ വരും, എങ്ങനെ വരും എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ബട്ട് നമ്മൾ ഈ പറയുന്ന ഓരോ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ മീൻസ് ഈ പറയുന്ന അസറ്റ് റീവാല്യൂ ചെയ്യുന്ന സമയം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയം സംഭവിക്കുന്നത്, ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിലാണ് കാര്യം. അഡ്ജസ്റ്റ്മെന്റ്സിനാണ് എന്ത് വരുന്നത്? മാർക്ക് വരുന്നത്. അഡ്ജസ്റ്റ്മെന്റ്സ് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. മീൻസ് നമ്മൾ എന്തൊക്കെ പഠിച്ചേ? നമ്മൾ പഠിച്ചതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കടന്നു പോകാം. റിവൈസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ റിവൈസ് ചെയ്ത്? നമ്മൾ ബേസിക് കോൺസെപ്റ്റ് ചാപ്റ്റർ പഠിച്ചു. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു. എന്താണ്? ബേസിക് കോൺസെപ്റ്റ്സ്. അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ. ഈ പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ഫസ്റ്റ് കുറച്ച് തിയറി ഏരിയാസ് പഠിച്ചു. മീൻസ് എന്താണ്? ഡെഫിനിഷൻ പഠിച്ചു. എന്തിന്റെ? ഈ പറഞ്ഞ പാർട്ണർഷിപ്പിന് ഡെഫിനിഷനെ പറ്റി പഠിച്ചു. അതിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു. ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം നമ്മൾ എന്ത് പഠിച്ചേ? ക്യാപിറ്റൽ അക്കൗണ്ട്. 2 മെത്തേഡ് ഉണ്ട്. എന്തൊക്കെ മെത്തേഡ് ഉണ്ട്? ഫിക്സ്ഡ് ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും ഉണ്ട്. ഫിക്സ്ഡ് ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും ഉണ്ട്. 2 മെത്തേഡിലും ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ഡിഫറൻസ്, ഇതിന്റെ ഡിഫറൻസ്. മൂന്നാമത്, ഈ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നോക്കി പോകണം. ഏറ്റവും പ്രധാനപ്പെട്ടത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് ഇത് 3 രണ്ടാമത്തെ ചാപ്റ്റർ അഡ്മിഷൻ. അഡ്മിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഏരിയ എന്താണ്? റേഷ്യോ. എന്തൊക്കെ റേഷ്യോ? ന്യൂ റേഷ്യോ ഉണ്ട്, സാക്രിഫൈസിങ് റേഷ്യോ. ഇത് രണ്ടിന്റെ കാൽക്കുലേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എളുപ്പമാണ് ചെയ്യാൻ. ഓക്കെ, ദെൻ നമ്മൾ അത് കഴിഞ്ഞിട്ട് അഡ്മിഷനിൽ വന്ന കാര്യം എന്താണ്? ഗുഡ്വില്ലിന്റെ കേസ് നമ്മൾ പറഞ്ഞത്. അതിന് മുന്നേ എന്താണ്? ഈ പറഞ്ഞ ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷനോട് ബന്ധപ്പെട്ട കുറെ സൂപ്പർ പ്രോഫിറ്റ്സ് മെത്തേഡ് അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ആവറേജ് സൂപ്പർ പ്രോഫിറ്റ്സ്, ക്യാപിറ്റലൈസേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ്. നോക്കിയിട്ട് പോകണം എക്സാം. ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ് മോഡൽ എക്സാമിന് ചോദിച്ചത്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എവിടെ ചോദിച്ചത്? മോഡൽ എക്സാമിന് ചോദിച്ചത്. ഓക്കെ, മോഡൽ എക്സാമിന് ചോദിച്ചത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ദെൻ ഇനി
ഇനി എന്താണ് ഗുഡ്വില്ലിന്റെ കുറച്ച് ഗുഡ്വില്ലിന്റെ എൻട്രീസ്, ഗുഡ്വില്ലുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ്, ഗുഡ്വില്ലുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ്. ഓക്കെ, ആ ജേണൽ എൻട്രീസ് കഴിഞ്ഞ് നമ്മൾ നേരെ എങ്ങോട്ടാണ് പോയത്? നമ്മൾ എന്ത് പഠിക്കാൻ പോയി? റീവാല്യൂഷൻ അക്കൗണ്ട്. എന്ത്? റീവാല്യൂഷൻ അക്കൗണ്ട്. ഈ പറഞ്ഞ റീവാല്യൂഷൻ അക്കൗണ്ട് ശ്രദ്ധിക്കേണ്ട വാക്കുകൾ എന്തൊക്കെയാണ്? ടു, ബൈ, അറ്റ്. ഈ പറഞ്ഞ 3 വാക്കുകൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ എന്താണ്? ടു എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ അസറ്റ് ഇന്ന വിലയിലേക്ക് റീവാല്യൂ ചെയ്തു, മീൻസ് ടേക്ക് ദ ഡിഫറൻസ്. ബൈ, ഇൻക്രീസ്ഡ് ബൈ അല്ലെങ്കിൽ റീവാല്യൂഡ് ബൈ. ഇന്നെന്ന് പറഞ്ഞാൽ കൂടിയോ കുറഞ്ഞോ ആ എമൗണ്ട് മാത്രം എടുക്കണം. അറ്റ് എന്ന് പറഞ്ഞാൽ എന്തായി? ആ പറഞ്ഞ കറണ്ട് വാല്യൂ ആണ് പറഞ്ഞത്, റീവാല്യൂഡ് അറ്റ് റുപ്പീസ് ദിസ്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ചാപ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ദെൻ മൂവിങ് ഓൺ ടു വാട്ട് നെക്സ്റ്റ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് വരും. ആ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓരോരുത്തരുടെ ക്യാപിറ്റൽ ഇത്ര ആയിരിക്കണം മിനിമം, ഇത്ര ആയിരിക്കണം മിനിമം. ആ പറഞ്ഞ ഏരിയയും കൂടെ എന്ത് ചെയ്യണം? നോക്കണം. മീൻസ് എന്താണ്? അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. മീൻസ് മിനിമം അവരുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ഇത്ര ആക്കി നിലനിർത്തണം എന്ന് ക്വസ്റ്റ്യൻ പറയും. ബാക്കി എമൗണ്ട് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യടെ? ബാക്കി എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? കറണ്ട് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യും. ബാക്കി എമൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? കറണ്ട് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണം. ജസ്റ്റ് ഓപ്പൺ ചെയ്യണം. മിനിമം ഇത്ര നമ്മൾ എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുന്നതാണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഇവർ തമ്മിലുള്ള റേഷ്യോ 2:1 ആയിട്ട് കീപ്പ് ചെയ്യണം. ദാറ്റ് മീൻസ് ദ ഡിഫറൻസ് എറൈസിങ് ഔട്ട് ഓഫ് ആഫ്റ്റർ കീപ്പിംഗ് ദ ബാലൻസ് ഇങ്ങോട്ട് മാറ്റേണ്ടത് ഇസ് ടു ബി ട്രാൻസ്ഫർ ടു വാട്ട്? കറണ്ട് അക്കൗണ്ട്. ഓക്കെ ഓക്കെ, ഇത് ഇത്രയുള്ള ഈ പറഞ്ഞ ചാപ്റ്ററിൽ. തേർഡ് ചാപ്റ്റർ, ഇന്നലെ സാറടുത്ത ചാപ്റ്റർ എന്താണ്? റിട്ടയർമെന്റും. മിനിയാണ് സാറടുത്ത ചാപ്റ്റർ. റിട്ടയർമെന്റും പിന്നെ എന്താണ്? ഡെത്തും. ഇതിന്റെ അകത്ത് എന്തുകൊണ്ടാടേ? ഗെയിനിങ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ, ന്യൂ റേഷ്യോ, ഈ 2 ഏരിയ. ഗെയിനിങ് റേഷ്യോ, ന്യൂ റേഷ്യോ, 2 ഏരിയ. എവിടെ എന്ത് വരും? റീവാല്യൂഷൻ അക്കൗണ്ട് വരും. എന്ത് വരും? റീവാല്യൂഷൻ അക്കൗണ്ട് വരും. പിന്നെ എന്ത് വരും? നമ്മൾ എന്നത്തെ പോലെ ക്യാപിറ്റൽ അക്കൗണ്ട് വരും. പിന്നെ എന്ത് വരും ഇവിടെ? പിന്നെ എന്ത് വരും? റീവാല്യൂഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ നമ്മൾ ഇവിടെ എന്തും പഠിക്കും? ലോൺ അക്കൗണ്ട് പഠിക്കും. എന്തും പഠിക്കും? ലോൺ അക്കൗണ്ട് കൂടെ ഉണ്ട്. സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം. ഇത് ഇത്രയുമാണ് ഈ പറഞ്ഞ റിട്ടയർമെന്റ് ഡെത്ത് ചാപ്റ്ററിൽ നോക്കേണ്ടത്. നാലാമത്തെ ചാപ്റ്റർ ഇപ്പൊ നമ്മൾ പഠിച്ച ചാപ്റ്റർ എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമിന്റെ കൈയക്ഷരമൊക്കെ വളരെയധികം മോശമുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. ആ പറഞ്ഞ ചാപ്റ്ററിൽ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ പറയുന്ന തിയറി ഏരിയയാണ് ഞാൻ പറയുന്നത്. തിയറി ഏരിയയിൽ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏതാണ്? ആ പറയുന്ന ഡിഫറൻസിന് മുന്നേ നോക്കേണ്ടത് എന്താണ്? മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷന്റെ മോഡ് ഏതൊക്കെയാണ്? ദെൻ പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഡിഫറൻസ്. എന്തൊക്കെ ഡിഫറൻസ്? പറഞ്ഞ ഡിസൊല്യൂഷൻ ഓഫ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിഫറൻസ്. പിന്നെന്താണ്? തിയറി ഇത്രയേ ഉള്ളൂ. ദെൻ പ്രോബ്ലത്തിലേക്ക് കടന്നു. എന്ത് അക്കൗണ്ടാണ്? റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ജേണൽ എൻട്രീസ് നോക്കണം. അയ്യോ, റിട്ടയർമെന്റ് നമ്മൾ ഗുഡ്വില്ലിന്റെ കാര്യം പറഞ്ഞില്ലല്ലേ? ഓക്കെ, റിട്ടയർമെന്റ് എന്തുണ്ട്? ഗുഡ്വില്ലുണ്ട്. ഇവിടെ 2 മെത്തേഡ് ഉണ്ട്. അഡ്മിഷൻ സമയത്ത് 2 മെത്തേഡ് ഉണ്ട്. എന്താണ്? പ്രീമിയം മെത്തേഡും ഉണ്ട്. ദെൻ റീവാല്യൂഷൻ മെത്തേഡും ഉണ്ട്. ഈ 2 മെത്തേഡിലുള്ള ഗുഡ്വില്ലിന് ജേണൽ എൻട്രീസ് നോക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെയും ഗുഡ്വില്ലിന്റെ സംഭവം ഉണ്ട്. എവിടെയാണ്? ഈ പറഞ്ഞ റിട്ടയർമെന്റിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണം അത്. ഓക്കെ, കാരണം ഗെയിനിങ് റേഷ്യോയിലാണ് ഈ പറയുന്ന പുതിയ പാർട്ണേഴ്സ് ആ പഴയ ആളെ ഗുഡ്വിൽ എന്ത് ചെയ്യുന്നത്? അക്യൂർ ചെയ്യുന്നത്. ആ പറഞ്ഞ കാര്യം ഓർമ്മയാണ്, കാരണം ഇതോടെ വരും ക്യാപിറ്റൽ അക്കൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ജേണൽ എൻട്രീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അസറ്റ്സ് ട്രാൻസ്ഫർ, ലയബിലിറ്റീസ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അസറ്റ്സ് റിയലൈസ് ചെയ്യുന്നു, ലയബിലിറ്റീസ് റിയലൈസ് ചെയ്യുന്നു. ലയബിലിറ്റീസ് ആര് കൊടുത്തു തീർക്കാം? പാർട്ണേഴ്സ് കൊടുത്തു തീർക്കാം. അതിന്റെ ജേണൽ എൻട്രി നമുക്കറിയാം. അതുപോലെ തന്നെ എന്താണ്? ഈ പറഞ്ഞ അസറ്റ്സ് ആരെടുത്തോണ്ട് പോവാം? ഈ പറയുന്ന ആര്? പാർട്ണേഴ്സ് എടുത്തോണ്ട് പോവാം. റിയലൈസേഷൻ എക്സ്പെൻസിന്റെ കേസ് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യേണ്ട ബാലൻസ് ട്രാൻസ്ഫർ ടു വാട്ട്? ബാങ്ക് അക്കൗണ്ട്. എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് ചെയ്യണം. ബിക്കോസ് ദ ഫേം ഈസ് ഡിസോൾവ്. ഫേം എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ആയി. ഫേം എന്തായി? ഡിസോൾവ് ആയി. ഓപ്പറേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ട് എന്തായിരിക്കണം? ടാലിയുടെ ആയിരിക്കണം. ബാങ്ക് അക്കൗണ്ട് ടാലി ആയിരിക്കണം. മീനിങ് എന്താണ്? റിയലൈസേഷൻ നടന്നില്ല എന്നല്ല, നിങ്ങൾ ചെയ്ത അക്കൗണ്ട്സ് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ്. സോ എന്ത് ചെയ്യണം? ഒന്ന് റീചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് എന്താവും? ടാലി ആവും. ഓക്കെ, മീൻസ് എന്താണ്? നമ്മളിപ്പോ അഡ്മിഷൻ സമയത്ത്, റിട്ടയർമെന്റ് സമയത്തും
ഈ പറയുന്ന ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞ കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. അത് ചെയ്യാൻ ബാലൻസ് ഷീറ്റ് ആലേ വന്നില്ലേ? റിയലൈസേഷൻ എന്തില്ല? ബാലൻസ് ഷീറ്റ് ഇല്ല. കാരണം എന്ത് ചെയ്യുന്നു? ബാലൻസ് ഷീറ്റ് കിടക്കുന്ന എല്ലാ അസറ്റ്സും റിയലൈസ് ചെയ്തു. പിന്നെ അവിടെ എന്തില്ല? ബാലൻസ് ഷീറ്റ് ഇല്ല. ഓക്കെ, ഇതാണ് നമ്മൾ 40 മാർക്ക് അക്കൗണ്ടൻസിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മീൻസ് എന്താണ്? നമ്മളിപ്പോ 40നെ 4 ഡിവൈഡ് ചെയ്ത ഒരു ചാപ്റ്ററിന് 10 മാർക്കിന് വെയിറ്റേജ് ഉണ്ട്. 10 അല്ല. മീൻസ് അഡ്മിഷൻ ഡിറ്റർമിനന്റ് ആണ് എന്തായത് വെയിറ്റേജ് കൂടുതൽ. മെയിൻലി അഡ്മിഷൻ ആണ് വെയിറ്റേജ് കൂടുതൽ. അഡ്മിഷനിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും വരുന്നത്. അഡ്മിഷൻ റിട്ടയർമെന്റ് ചാപ്റ്റർ ചെയ്തു. പിന്നെ എന്ത് വരും? ഡിസൊല്യൂഷൻ ഏറ്റവും ലാസ്റ്റ് എന്താണ്? ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ ആണല്ലേ? ഓക്കെ ആണ്. ഇതാണ് നമ്മൾ എന്താണ് ഈ പറയുന്ന ചാപ്റ്ററോട് ഈ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.